ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൻ്റെ ഒരു അരിക്കാടൻ. ഞാൻ ഒരു കൃഷിക്കാരനല്ല, പക്ഷെ എൻ്റെ ഉള്ള സ്ഥലത്ത് 50 സെൻറ്റ് താഴെ ഭൂമിക്കുള്ള കുറേശ്ശെ കൃഷികൾ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ആരും കൂലിക്ക് നിർത്തിയിട്ടല്ല, ഞാൻ സ്വയം എൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. 37 വയസ്സായി. ഇപ്പം ഞാൻ എന്നെക്കൊണ്ട് പാടുള്ള കുറേശ്ശെ എൻ്റെ പറമ്പിൽ പാടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഇന്നതെന്നില്ല, ചേനയുണ്ട്, ചേമ്പുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് പൈനാപ്പിളുണ്ട്, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ചുള്ളൂ, അധികമെന്ന് പറയാനില്ല. എനിക്ക് 44 സെൻറ്റ് ഭൂമിയുള്ളൂ. ഇതിൽ ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ 5-10 ജാതിയുണ്ട്, പിന്നെ തെങ്ങുണ്ട് ഒരു 5-10 എണ്ണം. അത് നമുക്ക് വരുമാനം ഉണ്ടോ? തെങ്ങുന്ന് ഇപ്പോൾ ഞാൻ വെച്ചത് അങ്ങനെ, അത് പുതിയ തെങ്ങനെ ഇപ്പം അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പഴയ തെങ്ങുള്ളതൊക്കെ പോയി. ഇപ്പം ഞാൻ തന്നെ വെച്ച തെങ്ങുകളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. പിന്നെ കുറച്ച് കൊള്ളിയുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൊള്ളി കുത്തിയിട്ടുണ്ട്. അടയ്ക്കാം തെങ്ങൊക്കെ ഞാൻ തന്നെ വെച്ചിട്ട് ഇപ്പോൾ ഉണ്ട്. പഴയ തെങ്ങ് മുന്നുണ്ടായ തെങ്ങൊക്കെ പോയി. ഇപ്പോൾ ഞാൻ തന്നെ വെച്ച തെങ്ങുമെന്ന് അത്യാവശ്യം തേങ്ങ കിട്ടും. പിന്നെ കുറച്ച് കൊള്ളിയുണ്ട്, കുറച്ച് വാഴയുണ്ട്. അങ്ങനെ കുറേശ്ശെയുള്ള കൃഷികൾ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. വേറെ ആരും കൂലിക്കാർ വിളിച്ച് ചെയ്യുന്നതല്ല. അതെ, വീട്ടിലേക്ക് വേണ്ട കൊള്ളിക്കിഴങ്ങായാലും അമ്മാരിലൊക്കെ ചേമ്പായാലും ചേമ്പുണ്ട് കുറച്ച്. അങ്ങനെ കുറച്ച് എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ 44 സെൻറ്റ് ഭൂമി എനിക്കുള്ളൂ. അപ്പോൾ അതിൽ ഇത് ചെയ്യുമ്പോൾ ചേട്ടന് സംതൃപ്തി ഉണ്ട്? അതെ, എനിക്ക് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാര്യം, എനിക്ക് ഏറ്റവും കുറഞ്ഞത് 2-3 മണിക്കൂർ ദിവസം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വരുമാനം. ഇതിന് മുമ്പ് ഈ തേങ്ങയുടെ പരിപാടി ഉണ്ടായിരുന്നോ? മുമ്പൊക്കെ ഞങ്ങൾക്ക് തേങ്ങ കച്ചവടമായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അതൊരു 50-70 കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അത് വലിയ ഞങ്ങൾ 8 ആളാണ്, 8 മക്കളാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോഴത്തെ കാര്യമാണ്. ആ ആവശ്യത്തിന് തേങ്ങ നഷ്ടപ്പെട്ടാൽ മണ്ടയിലേക്ക് വന്നത് നഷ്ടപ്പെട്ടപ്പോൾ അതൊക്കെ പോയി. ഞങ്ങളെല്ലാവരും തിരിഞ്ഞു. മറ്റുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് കിട്ടിയ അവകാശത്തിലാണ് ഈ 48? എനിക്ക് കിട്ടിയ ഭൂമിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 എണ്ണം പോയി, അതിനെ കുഴിച്ചിലായി. ഇതൊക്കെ രണ്ടാമത് വെച്ച തൈകളാണ്. ഇപ്പോൾ വെച്ചേക്കുന്നതാണ് ഈ തെങ്ങും തൈ. വീണ്ടും ഞാൻ 7 തൈയും കൂടി വെച്ചിട്ടുണ്ട് തെങ്ങ്. അതിപ്പോൾ ഇതാണ് 1 വർഷമായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വെച്ചതാണ് ഈ നിൽക്കുന്ന 7 തൈകൾ. അടയ്ക്കാതെ കുഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോഴേക്കും കാവലാവും. 2 കൊല്ലം വേണ്ട, അടയ്ക്കാനും കാവലാവണമെങ്കിൽ. ഇത് കുറച്ച് നാടൻ മഞ്ഞളും. ഇത് വീട്ടിലാവശ്യത്തിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നുള്ളൂ, അതിനുള്ളതുള്ളൂ. 3-4 പൂവമ്പാഴ അതിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇത് പ്രിയമാവും തയ്യാണ്. എത്ര വെച്ചിട്ടുണ്ട്? അത് 5 എണ്ണം. ഇതിൽ 5 എണ്ണം ഒതുക്കി. 2 കടപ്പ്ളാവും തൈ, ഒന്ന് ഇത്, ഒന്ന് അപ്പുറത്ത്. അടയ്ക്കാമരം വെച്ച് വരച്ചാണ്. ഇതിനിടയ്ക്ക് ഞാൻ കൊള്ളി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒരു 5-8 മാസം മുമ്പ് മണ്ണടിച്ചു. ഈ പറമ്പിൽ മണ്ണടിച്ചോ? ചോന്ന് മണ്ണടിച്ചു. അതിൻ്റെ ഇടയിൽ തോന്നിയിരിക്കുന്നു. ഇവിടെ മടങ്ങാണ് സ്ഥലം. അതിൻ്റെ ഇടയിൽ തോന്നിയിരിക്കുന്നു. അപ്പോൾ ഈ അടക്കാരത്തിന് ഇടയിൽ കൊള്ളി വെച്ച് കൊടുക്കുന്നുണ്ടല്ലേ? മതി, ഇങ്ങനെ കുറച്ച് ചെയ്താൽ മതി. ജാതിക്കാർ കഴിഞ്ഞ സമയമാണ്. പറിക്കാറായി. അപ്പം ഞാൻ അതിന് മുന്നോടിയായിട്ട് വാഴ വെച്ചതാണ്. ഇപ്പോൾ ഈ കൊള്ളിയിലുള്ളിൽ നിൽക്കണം. ഇനിയിപ്പോൾ കൊള്ളി ഇപ്പോൾ പറിച്ച് അവസാനിക്കും. അപ്പോൾ ആ സ്ഥലത്ത് വാഴ വരും. വരും. സർവ്വസുഗന്ധിയാണ്. ഇത് എത്ര ഉണ്ട്? ഇത് ഒരെണ്ണുള്ളൂ, ഒറ്റ മരമുള്ളൂ. അല്ലാണ്ട് കൂടുതൽ സ്ഥലമില്ല. അത് ഒരു കറുകപ്പട്ട. ഇതൊരു കറുകപ്പട്ട.
ഇത് തൊലി ചെത്തി തുടങ്ങി. ആ ആ തൊലി ഇപ്പൊ ചെത്തി തുടങ്ങി. കറപ്പട്ടയുടെ അല്ലേ? ആ അതിന്റെ കൂട്ടായിട്ട് എനിക്കൊരു നായുണ്ട്. അവന് പേരുന്ന അവന് പേര് മണികണ്ഠൻ. എടാ മണികണ്ഠ എനിക്കടാ. ആ അവൻ ഇവനാണ് ഫുൾ ടൈം ചേട്ടൻ്റെ കൂട്ട്. വീട്ടിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കോഴിനെ ഞാൻ വളർത്തേണ്ടത്. ഇതൊരു 10 കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഞാൻ കോഴി വളർത്തിയിരുന്നതാണ്. പക്ഷെ കോഴിക്കിട്ട് വില കൂടി ഗോതമ്പ് കിട്ടാനില്ലാണ്ടായപ്പോൾ അത് നിർത്തിയത് നോക്കിക്കാണ്ടായിപ്പോൾ നിർത്തി.